ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 9 വീക്ക്ലി ക്യാൻഡലിന് ശേഷം 10ാമത്തെ ആഴ്ച ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് സന്തോഷിച്ചു. ഇതൊരു ബോട്ടം ആയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പ്രൈസ് മുകളിലേക്ക് കയറാനായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഫോം ആയിട്ടുള്ള ആ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. അവിടെ കൂടുതലായിട്ടും സെല്ലിംഗ് പ്രഷറായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നിരിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ തന്നെ, ഒരു വീക്ക്ലി റെഡ് ക്യാൻഡിൽ തന്നെ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് രീതിയിലൊക്കെ ആയിരിക്കും മാർക്കറ്റിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഏതൊരു ഏരിയ വരെ, ഏതൊരു പ്രൈസ് റേഞ്ച് വരെ മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുന്നതിന് മുൻപായിട്ട് നമ്മൾ പണ്ട് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചാർട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏതൊക്കെ ലെവൽസ്, നമുക്ക് ഏതൊക്കെ ഒരു ടാർഗറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ലെവൽസ് വരെ പ്രൈസ് ഒന്ന് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അധികം സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു USD പെയറിലുള്ള വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 9 റെഡ് ക്യാൻഡിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരു വീക്ക്ലി ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷറാണ് ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തൊട്ട് മുൻപുള്ള ക്യാൻഡിലിൻ്റെ ഒരു ഓപ്പണിംഗ് പ്രൈസ് പോലും എത്താനായിട്ട് ഈ ഒരു ക്യാൻഡിലും സാധിച്ചിട്ടില്ല. അതിന് താഴെയാണ് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വന്ന ക്യാൻഡിലാണെങ്കിൽ കൂടി ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് 10ാം ആഴ്ചയിൽ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസിലെത്തുക പോലും ചെയ്യാതെ അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ. തീർച്ചയായിട്ടും വളരെയധികം സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ട് എന്ന് നമുക്ക് ഈ ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സെല്ലിംഗ് മൊമെൻറ്റമാണ് അവിടെ ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മറ്റൊരു കാര്യം കൂടി കാണാനായിട്ട് പറ്റുന്നത്, ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ വീഡിയോയിലും പറയാറുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ നല്ല രീതിയിൽ തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രൈസ് നല്ല രീതിയിൽ തന്നെ താഴേക്ക് വരാനുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഇവിടെ നമുക്കൊരു ഗോൾഡൻ ഏരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 0 ഏരിയ ഉണ്ട്, 0.27 എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, 0.62 എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഏരിയാസൊക്കെ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. കാരണം ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിലാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ ആ ഒരു സ്ട്രാറ്റജി വെച്ചുകൊണ്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്ന് കൃത്യമായിട്ട് ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളൊരു ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത് ഈ ഒരു 0.27 എന്ന് പറയുന്ന ലെവലോ അല്ലെങ്കിൽ 0.62 എന്ന് പറയുന്ന ലെവലോ ആണ്. കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 0.62 എന്ന് പറയുന്ന ലെവലിനും 0.27 എന്ന് പറയുന്ന ലെവലിനും ഇടയിലായിട്ട് നമുക്കൊരു ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഈ ഒരു 0.27 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വരാം, അതല്ല എന്നുണ്ടെങ്കിൽ 0.62 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ വരെയും പ്രൈസ് ഇറങ്ങി വരാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സ്ട്രാറ്റജിക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ രീതിയിലാണ് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻകാലങ്ങളിൽ തന്നെ, അതായത് മുൻ വർഷങ്ങളിലെ ആ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്തുള്ള ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് ആക്ഷൻ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2018 സമയത്ത് ആ ഒരു മാർക്കറ്റ് ക്രാഷിലാണ്. ഇവിടെ ഞാൻ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ ഈ ഒരു സ്വിംഗ് ഹൈയും അതുപോലെ തന്നെ ഈ ഒരു സ്വിംഗ് ലോയിനെയും തമ്മിൽ ഞാൻ കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിംഗ് ഹൈനെയും ഈ ഒരു സ്വിംഗ് ലോയിനെയും കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ 0.27 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടൂൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു 0.27 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുന്നുണ്ട്. ദെൻ പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പ്രൈസ് പോകുന്നുണ്ട്.
ഇനി 2013 ആ ഒരു ക്രാഷിൻ്റെ സമയത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ സ്വിംഗ് ഹൈസും ഈ സ്വിംഗ് ലോസും നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു 0.27 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടുകയാണ്. നമുക്ക് കൃത്യമായിട്ടിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു 0.27 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടുകയാണ്. അതായത് ഈ ഒരു 0.27 എന്ന് പറയുന്ന ലെവലായിരുന്നു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മുടെ ബോട്ടം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റ് ക്രാഷിൻ്റെ ആ ഒരു ബോട്ടം എന്ന് പറയുന്നത് ഈ ഒരു 0.27 എന്ന് പറയുന്ന ലെവലായിരുന്നു. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യാം. ഈ രീതിയിൽ നമുക്കിവിടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 0.27 എന്ന് പറയുന്ന ഏരിയ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അതായത് 24K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മുടെ 0.27 എന്ന് പറയുന്ന ലെവൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യത നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഒരു 12% കൂടെ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 24 അല്ലെങ്കിൽ 25 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യത എവിടെയുണ്ട്. ഓൾറെഡി ഒരു ലോ ഷാഡോ കൂടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് കയറിയിട്ടുള്ളതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായി ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്ന് കൃത്യമായിട്ടുള്ള റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ റിജക്ഷൻ ശേഷമാണ് നമ്മൾ ഈ രീതിയിൽ ഈ ഒരു 0.27 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 0.27 എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് ഏകദേശം കൺഫേം ആക്കാവുന്ന അല്ലെങ്കിൽ ആ ലെവലിൽ വരെ പ്രൈസ് ഇറങ്ങി വരുമെന്ന് നമുക്ക് ഏകദേശം ഈ ഒരു സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ എത്രയൊക്കെ ഉറപ്പ് പറഞ്ഞാലും അതിന് നേരെ വിപരീതമായിട്ട് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളും ട്രേഡിങ്ങിൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും മനസ്സിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ രീതിയിലാണ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള ചാർട്ട് പാറ്റേൺസ്, കോമൺ ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ നമുക്ക് ഇവിടെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു പാരലൽ ചാനൽ വരയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ സംഭവിക്കുകയും ദെൻ പ്രൈസ് താഴേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു റിജക്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷമാണ് പ്രൈസ് താഴേക്ക് വന്നിട്ടുള്ളത്. ആൻഡ് അങ്ങനെ ഒരു റിജക്ഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനലും ഇവിടെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ നമുക്കിവിടെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ പാരലൽ ചാനൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പിന്നീട് ഒരു ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു പാരലൽ ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് നമുക്ക് വീണ്ടും ഇവിടെ കിട്ടുകയാണ്. അതായത് ഈ ഒരു ട്രെൻഡിൽ തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ട്രെൻഡിൽ നമ്മുടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു സ്വിംഗ് ഹൈയിൽ നിന്ന് നമ്മുടെ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്ന വരെ, ഈ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്ന വരെയുള്ള ഏരിയയിലേക്ക് നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു 0.62 എന്ന് പറയുന്ന ലെവൽ വരെ പ്രൈസ് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രൈസ് വീണ്ടും കുറച്ചൊന്ന് മുകളിലേക്ക് കയറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രെൻഡിൽ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കുമ്പോൾ ഈ 0.62 എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ് നമുക്കൊരു ടാർഗറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ലെവൽ വരെ പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിംഗ് ഹൈ മുതൽ ഈ ഒരു ലോ വരെ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഈ ഒരു 0.62 എന്ന് പറയുന്ന ലെവൽ വരെ പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഏകദേശം ഒരു 21K എന്ന് പറയുന്ന ലെവൽ വരെ പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യത നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 21K നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് നമ്മുടെ 2018 ടൈമിലെ ആ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ്. അതായത് ഈ ഒരു ഏരിയ ആണ് നമുക്ക് ഈ ഒരു 21K ആയിട്ടും അല്ലെങ്കിൽ 18K ആയിട്ടും 20K ആയിട്ടും ഒക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് തീർച്ചയായിട്ടും ആ ഒരു ലെവൽ വരെ ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ചുകൊണ്ട്, ഫിബൊനാച്ചി എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഒരുപാട് ആളുകൾ, ഒരുപാട് വലിയ ട്രേഡേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്.
അപ്പോൾ ആ ടൂൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ ചാർട്ട് അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു 0.62 എന്ന് പറയുന്ന ലെവൽ വരെ പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ 100% ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്താം, നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നടത്താം. അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി, വേറെ ഒരു കാര്യം എടുക്കേണ്ട. ഞാൻ പറയുന്നത് ആരും തന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ട്രേഡ് ചെയ്യാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.